കാശ്മീരിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ തണുത്ത് വിറച്ചുകൊണ്ട് ഇന്നൊരു യാത്ര പോവുകയാണ്. നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന മൂന്നാമത്തെ ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതുപോലെ ഈ ട്രെയിനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം കൂടിയാണ്. ട്രെയിൻ ഇപ്പോൾ മധ്യപ്രദേശിലേക്ക് എത്തി. ഇത്താർസി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 20 കിലോമീറ്റർ കൂടെ ദൂരമുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലെ S5 കോച്ചിന്റെ ഒരു കാഴ്ച ഇതാണ്. ഇതിലേക്ക് ഒരു 80% ബെർത്തുകളും വേക്കന്റ് ആണ്. അതായത് ഇന്നലെ വിജയവാഡ മുതൽ ഇതാ ഇവിടെ വരെ ഇങ്ങനെ തന്നെയാണ്. ഏത് ഭാഗത്തെ കാഴ്ച കാണുവാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ ബെർത്ത് ഇവിടെയാണ് 54ഉം 51ഉം. ഈ ഭാഗത്തെത്തിയാലും ഇവിടെ ആരുമില്ല അല്ലെ. തണുപ്പ് പിന്നെ എടുത്തു പറഞ്ഞില്ല, ഒരു രക്ഷയില്ല കേട്ടാ. എടുത്ത് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഈ LHB നമുക്ക് കിട്ടിയ കോച്ച് ഒരു പഴയ കോച്ചാണ്. ഈ ഒരു മിനിറ്റ് നമ്മുടെ ഐസ ഉത്കർഷ കോച്ചില്ലേ അതേ അവസ്ഥ. കാരണം വെച്ചാല് ഇത് എങ്ങനെ അടിച്ചാലും ഈ ഒരു ഭാഗമില്ല. ഇപ്പൊ കൈ വെച്ച് നോക്കുമ്പോ നല്ല തണുപ്പ് അടിച്ചു കയറിയത് അത് നോക്കുക. അതൊരു എമർജൻസി വിൻഡോ അവിടുന്ന് കയറും. അതെ, അത് നേരെ കയറുന്ന നമ്മുടെ കാലിന്റെ ഭാഗത്തേക്ക്. രാത്രിക്ക് കിടന്ന് ഉറങ്ങിയാണ് നമ്മളെ പുതച്ച് ഇതൊക്കെ ഇട്ടിട്ട്. എന്നാലും തണുപ്പ് രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സെൻട്രൽ ഭാഗത്താണല്ലോ ഇന്ത്യയിൽ എത്തിയത്. എന്നാ പിന്നെ നോർത്തിൽ പോയൊരു അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഇത്താർസി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ലൈൻ പോകുന്നത് കാണാം. ഇത് നേരെ ഭുസാവാൽ ഭാഗത്തേക്കുള്ളതാണ്. മംഗള എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് വരിക. എന്നിട്ട് പിന്നെ നേരെ ഇത്താർസി ഭോപ്പാൽ വഴി അങ്ങനെ ഡൽഹിയിലേക്ക്. മധ്യപ്രദേശിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഇത്താർസി ജംഗ്ഷൻ ഇവിടെ 7:20 എത്തേണ്ടത്. 7:41 ഇപ്പോൾ. കഴിഞ്ഞ ദിവസമൊക്കെ 1 മണിക്കൂറാണ് വണ്ടി ഡിലേ ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ ഡിലേക്ക് എന്തായാലും ക്ലിയർ ആവും. ഇത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇത്താർസിയിൽ ട്രെയിനിൽ 10 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഓംപ്ലേറ്റ് ഒക്കെ ലൈവായിട്ട് തന്നെ ആക്കി തരികയൊക്കെ ചെയ്താ. ഇവിടെ കുറച്ച് ഓംപ്ലേറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്ന സമയത്ത് ആക്കുകയും ചെയ്യും. പിന്നെ ചായക്ക് ഈ ഒരു തണുപ്പത്ത് വന്ന് കുടിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കോച്ച്. ട്രെയിൻ നമ്പർ 163-17. എന്തായാലും ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല ഈ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറാൻ. കാരണം ഇതൊക്കെ ഈ നമ്മുടെ ടിക്കറ്റൊക്കെ കുറച്ച് ലോങ് ബുക്കിംഗ് ആണ്. എന്നിട്ട് ആൾക്കാർ ഇട സ്റ്റേഷനിൽ ഇറങ്ങി. അതാണ് ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് 3.5 മണിക്കൂർ വൈകി ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ആന്തമാൻ എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേക്ക് ഷെയറിംഗ് ഒക്കെ കൊടുത്തത് കാണാം. ചെന്നൈയിൽ നിന്ന് ലക്നൌവിലേക്കുള്ള ഒരു എക്സ്പ്രസ് ആയിട്ടൊക്കെ ഇത് പോകുന്നുണ്ട്. ഇതിപ്പോ ഈ അടുത്ത കാലത്താണ് LHBയിലേക്ക് മാറിയത്. നമ്മൾ യാത്ര ചെയ്യുന്ന S5 കോച്ചിലെ ബെർത്തുകളൊക്കെ വേക്കന്റ് ആയി കിടക്കുന്നത് കാണിച്ചില്ലേ, അതുപോലെ തന്നെയാണ് മറ്റ് സ്ലീപ്പർ ക്ലാസ്സിലെ ബെർത്തുകളും ഇതൊക്കെ പോലെ തന്നെയാണ്. ഇതിങ്ങനെ വരാൻ കാരണം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സ്വാമിമാര് കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് അവർ ചെങ്ങന്നൂരിൽ നിന്നോ കോട്ടയത്തു നിന്നൊക്കെ കയറി വിജയവാഡ വറങ്കൽ ഭാഗത്തൊക്കെ ഇറങ്ങി. പക്ഷെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നോ കോട്ടയത്തു നിന്നോ ചെങ്ങന്നൂരിൽ നിന്നോ നേരെ ഡൽഹി അല്ലെങ്കിൽ ജമ്മുതാവി അല്ലെങ്കിൽ കട്ര ഭാഗത്തേക്കാണ്. അവരാ ഇറങ്ങിയ സമയം മുതൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഈ ബെർത്തുകളൊക്കെ വേക്കന്റ് ആണ്. കാരണം അത് ഓൾറെഡി ടിക്കറ്റ് റിസർവ്ഡ് ചെയ്ത ബെർത്തുകളാണ്. TTക്ക് പിന്നെ വേറെ ആർക്കും എഴുതി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ ടിക്കറ്റ് ഈ ട്രെയിനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് 2 മാസം മുന്നെയാണ്. 8 മണിക്കാണ് ടിക്കറ്റ് ഓപ്പൺ ആവുക. 8:03 ആകുമ്പോഴേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. 8:05 ആകുമ്പോഴത്തേക്ക് RAC ആയി. 8:10 ഇത് വെയിറ്റ് ലിസ്റ്റ് ആയി. അവർക്ക് ഈ ഇട സ്റ്റേഷനിലേക്ക് കുറച്ച് ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർ കുറച്ച് ദൂരമുള്ള ടിക്കറ്റ് നേരത്തെ എടുത്തു വെച്ച് പകുതിക്ക് ഇറങ്ങിപ്പോയത്. ഇങ്ങനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആരാന്നറിയോ? നമ്മുടെ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് കാരണം ടിക്കറ്റ് കിട്ടൂല. നർമ്മദാ നദി നർമ്മദാ നദിയിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഒരു ടണലിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു മലനിരയില്ലേ, അതിൻ്റെ അകത്തേക്ക് ഇതാ ഇതൊരു ഫോറസ്റ്റാണ്.
ട്രെയിൻ ഇപ്പോൾ റാണി കമലാപതി സ്റ്റേഷനിലേക്ക് ഇതാ അടുക്കുകയാണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ മോഡേൺ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. ഇതൊരു കിടിലൻ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു എയർപോർട്ട് പോലെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഭോപ്പാൽ ഏകദേശം എത്താനായിട്ടോ. നമ്മളുണ്ടല്ലോ ഈ ഭോപ്പാൽ വഴിക്ക് കടന്നു പോകുന്ന വഴി, അതായത് ഭോപ്പാൽ കഴിഞ്ഞിട്ട് ഗ്വാളിയർ ആയാലും ഝാൻസി ആയാലും ആഗ്ര ആയാലും ഈ ഒരു റൂട്ടിൽ ഈ ഒരു സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞപ്പോൾ ട്രെയിനിൽ അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ലല്ലോ. ഇനിയിപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ ഈ അൺഡൂസഡ് ടിക്കറ്റ് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ ആൾക്കാർ കയറാറുണ്ട്. ഈ ആഗ്ര താജ്മഹലൊക്കെ കണ്ടിട്ട് നേരെ ഡൽഹിയിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ മില്ലേനിയം എക്സ്പ്രസ് അങ്ങനെയൊക്കെ ട്രെയിനിൽ മംഗളയിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും അത് അനുഭവിച്ചാണ് കേരളയിലും. അപ്പം ഇതിലും അത് ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം എന്തായാലും വൈകുന്നേരം ആ ഒരു സമയത്ത് എത്തുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഏകദേശം ഒരു വെളുപ്പ് സമയത്താകുമ്പോൾ എന്താ പറയുക, നമ്മുടെ നാഗ്പൂർ, മഹാരാഷ്ട്രത്തിൽ നാഗ്പൂർ എത്തിയത്. നാഗ്പൂർ എത്തിയ സമയത്ത് ഭയങ്കര ഒച്ചപ്പാട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. അപ്പൊ ഞാൻ അറിഞ്ഞത്, മനു അറിയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞു തന്നെയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാട്. നമ്മൾ ഈ വണ്ടിയുടെ ഷട്ടറും ഇതൊക്കെ ഇട്ടിട്ടല്ലേ, അവരിങ്ങോട്ട് കാണുന്നില്ലല്ലോ. അത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഈ വണ്ടിനകത്ത് ഒരു കുഞ്ഞില്ലാതെ. പക്ഷെ പുറത്തില്ലാണ് വിചാരിക്കും വണ്ടിയൊക്കെ ഷട്ടറിട്ട് നല്ല ആൾക്കാരാണ്, ഡൽഹിയിൽ പോകുന്ന വണ്ടിയാണ്. ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കയറി വന്നേനെ. ഭോപ്പാൽ മെട്രോന്റെ ഒരു വർക്ക് ഇവിടെ കാണാം. അതിന്റെ ഒരു പില്ലറുകളൊക്കെയാണ്. അതായത് ഭോപ്പാലിൽ നിന്ന് റാണി കമലാപതി ഭാഗത്തേക്ക് മെട്രോ ഉണ്ട്. ഭോപ്പാലിലെത്തി. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ കാണാം. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ്. ഇതിലത്തെ വേസ്റ്റ് കണ്ടോ? അങ്ങ് അവിടെയാണ് സ്റ്റേഷൻ. ഒരു വലിയ വളവ്. 9:39 മധ്യപ്രദേശിന്റെ ക്യാപിറ്റലായ ഭോപ്പാലിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ വെയിൽ വന്നു, ഒരു ചൂടുണ്ട്. ഇപ്പം രാവിലത്തെ തണുപ്പൊക്കെ മാറി. BPL എന്നാണ് സ്റ്റേഷന്റെ കോഡ്. റിസോർട്ടിലേക്ക് ഇവിടുന്ന് എന്തായാലും ആൾക്കാർ കയറും. ഭോപ്പാലിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടെ കന്യാകുമാരി, ശ്രീമാതാ വൈഷ്ണോദേവി കട്ര എന്നുള്ളൊരു ബോർഡൊക്കെ കാണാം. 5 മിനിറ്റ് ആണല്ലോ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് രാവിലെ ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. ബ്രെഡ് ഓംലേറ്റ്, ബ്രെഡ് കട്ട്ലേറ്റ്, അതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പോകുന്നുണ്ട്. ഇവിടെ ഭോപ്പാലിൽ നിന്ന് അങ്ങനെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ടൊന്നും ആരും സ്ലീപ്പർ ക്ലാസ്സിലേക്കൊന്നും കയറിയില്ല. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഝാൻസിയാണ്. ഉച്ചയ്ക്ക് എത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ എന്താ ഒരു പേപ്പറൊക്കെ കിട്ടിയിട്ട് അത് ഈ റൂട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഭോപ്പാൽ ഝാൻസിക്ക് എത്തുന്ന സമയത്ത് ഇതേപോലത്തെ സംഭവം കൊണ്ട് അവർ തരും. അത് വേറൊന്നുമല്ല, റെസ്റ്റോറന്റ്. അടുത്ത സ്റ്റേഷൻ ഝാൻസി എന്നൊക്കെ കിട്ടുന്ന കാണിക്കുന്നുണ്ടല്ലോ. ഝാൻസി ഉണ്ട്, എല്ലാം ഉണ്ട് ഈ റൂട്ടിലത്തെ. ഗാണ്ഡുവ, ബേട്ടൂൽ, ഉജ്ജയിൻ, നാഗ്പൂർ എല്ലാ സ്റ്റേഷനും ഉണ്ട്. അത് പറഞ്ഞ് വേറൊന്നുമല്ല, ഫുഡിന്റെ തന്നെയാണ്. എല്ലാ താലും ഉണ്ട്. മിനി താലി, ജെയിൻ താലി, വെജ്, നോൺ വെജ് എല്ലാം ഉണ്ട്. അതിന്റെ റേറ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഹിമസാഗർ എക്സ്പ്രസിന്റെ നിലവിലെ ലോക്കോമോട്ടീവ് WAP7 ആണ്. ഈറോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവ് ആണത്. കട്ര വരെ അത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് തവണ സ്ലീപ്പർ ക്ലാസ്സിൽ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മേജർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലും ഒരാൾ പോലും സ്ലീപ്പർ ക്ലാസ്സിന്റെ അകത്തേക്ക് കയറാത്തത്. ഇത് നോക്കിയേ, എത്ര ബെർത്തുകളാണ് ഇപ്പോഴും വേക്കൻ്റ് ആയിട്ടുള്ളത്. രാവിലെയുള്ള ഭക്ഷണം കഴിക്കുകയാണേ. നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ വെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് വീട്ടിൽ നിന്ന് വറുത്തെടുത്ത നിലക്കടലയാണ്. അപ്പോൾ അത് ഏകദേശം ഒരാഴ്ചയോളം കഴിക്കേണ്ട കടലയുണ്ട്. അതുപോലെ തന്നെ പാൻട്രി ഫുഡ് ഞങ്ങൾ അധികം കഴിക്കാറില്ല. പക്ഷേ രാവിലെ പോയിട്ട് ഉപ്പുമാവ് പോയിട്ട് വാങ്ങിച്ചു. അതെ, രാവിലത്തെ ഭക്ഷണം മാത്രമേ പാൻട്രി പോയിട്ട് വാങ്ങിക്കുന്നുള്ളൂ. ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10:43 ഇപ്പോൾ. ട്രെയിൻ ഇപ്പോൾ 40 മിനിറ്റാണ് ഡിലേ. എന്തായാലും ഈ ഒരു ഝാൻസി ഭാഗത്തേക്കുള്ള ട്രാക്കില്ലേ,
ഇവിടെ എന്തായാലും 130 തന്നെയാണ് പോവുക. മധ്യപ്രദേശിലെ ബിന റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഏതൊരു ട്രെയിൻ വരാനുണ്ട്. ഇത് 4 നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങിയല്ലോ. അതായത് തമിഴ്നാടും കേരളമൊക്കെ വരുന്നത് സദേൺ റെയിൽവേ സോണിലാണ്. അതിനുശേഷം ആന്ധ്ര തെലങ്കാന വഴി വന്നു. വിജയവാഡ ഭാഗത്ത് വരുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിലാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിലേക്ക് കയറി, അതായത് നാഗ്പൂർ ഭാഗത്ത്, അതൊക്കെ സെൻട്രൽ റെയിൽവേ സോണിലാണ്. അതിനുശേഷം ഇപ്പം മധ്യപ്രദേശിലേക്ക് കയറി. ഭോപ്പാലും ബിനയ്ക്ക് വരുന്നത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിലാണ്. ഇവിടെ ഒരു പാരലൽ ഓവർടേക്കിംഗ് ആണ്. ഗുഡ്സ് ട്രെയിനെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ടോട്ടലി 4 ട്രാക്കുകളാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലോങ്ങസ്റ്റ് ഗുഡ്സ് ട്രെയിൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ നോർമലി ഗുഡ്സ് ട്രെയിൻ അല്ല, അതിന്റെ 2 ഇരട്ടി വലിപ്പമുണ്ട് ഇതിന്. അതായത് നീളം. കൽക്കരിയാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. ഇവിടെ തന്നെ ഡബിൾ ലോക്കോമോട്ടീവ് ആണ്. ഇതാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറയുന്നത്, അതായത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കന്യാകുമാരിയിൽ നിന്ന് കട്രയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണെന്ന്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു കാലത്ത് ഈ ട്രെയിൻ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന 1ാമത്തെ ട്രെയിൻ ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ മുമ്പേ ആദ്യം ഓടിയ സമയത്ത് ഈ കന്യാകുമാരിയിൽ നിന്ന് ജമ്മുതാവി വരെയാണ് ട്രെയിനൊക്കെ ഉണ്ടായത്. പിന്നീട് കട്ര റെയിൽവേ സ്റ്റേഷൻ വന്ന സമയത്താണ് ജമ്മുതാവിയിൽ നിന്ന് കട്രയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ 1ാമത്തെ സ്ഥാനം പോയിട്ട് ഇത് 3ലേക്ക് വരാൻ കാരണം ഇപ്പൊ ആദ്യത്തെ 1ലും 2ലും മറ്റു 2 ട്രെയിനുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 2012 സമയത്താണ് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ഓടി തുടങ്ങിയത്. ആ സമയത്ത് 1ാമത്തെ സ്ഥാനത്തേക്ക് ആ വണ്ടി വന്നുവല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി സ്വാഭാവികം 2ലാണ് ഉണ്ടായത്. അപ്പൊ 2ാം സ്ഥാനത്തിലേക്ക് വേറൊരു വണ്ടി കൂടി വന്നു. അതായത് അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ അർണോ എക്സ്പ്രസ് ഉണ്ട്. അത് 2017 സമയത്ത് ഗുവാഹട്ടിയിൽ നിന്ന് സിൽച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അതിന്റെ കിലോമീറ്റർ 3915 ആയി. നമ്മുടെ വിവേക് 4153 കിലോമീറ്ററാണ് ഓടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹിമസാഗർ 3788 കിലോമീറ്റർ. അങ്ങനെ വരുന്ന സമയത്ത് ഹിമസാഗർ എക്സ്പ്രസ് ഇപ്പോൾ 3ാമതായി. 4ാമത് ചെയ്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന നവയുഗ എക്സ്പ്രസ് ആണ്. അതുപോലെ തന്നെ 5ാമത് വരുന്ന ട്രെയിനിൽ ഞങ്ങൾ ഓൾറെഡി യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന ഹംസഫർ. വീണ്ടും ഒരു ഓവർടേക്കിംഗ് ആണ്. ഇത് ഗുഡ്സുകൾക്ക് മാത്രം പോകാനുള്ള ഒരു സെപ്പറേറ്റ് ട്രാക്ക് തന്നെയാണ്. ഇതിനൊക്കെ നല്ല വെയിറ്റ് ആണ്. ഝാൻസിയിലേക്ക് എത്താനായി ഒരു 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഈ ഗുഡ്സ് ട്രെയിനുകൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ട്രാക്ക് ഉള്ളത് കൊണ്ട് വളരെയധികം ഉപകാരമാണ്. നമ്മൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടല്ലോ, ഈ കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടികളില്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് ഈ പാസഞ്ചർ ട്രെയിനുകൾ, അതായത് ഇതുപോലുള്ള എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ ഒരുപാട് നേരം പിടിച്ചിടും. പല ട്രെയിനുകളും ലേറ്റ് ആവാൻ കാരണം അതാണ്. ഇതാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ട്രെയിൻ ഇപ്പോൾ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതിലൂടെ ഒരു കാണാം. ഇത് കർണാടക സമ്പർക്രാന്തിയാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ യശ്വന്ത്പൂർ ജംഗ്ഷൻ, ബാംഗ്ലൂരിലേക്ക് പോകുന്ന വണ്ടി. ഉത്തർപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ വീരാങ്കന ലക്ഷ്മി ബായി ഝാൻസി. ഇവിടെ 1:30-നാണ് ട്രെയിൻ എത്തേണ്ടത്. 1:23 അതായത് കഴിഞ്ഞ സ്റ്റേഷനിൽ വരെ വൈകി എത്തിയ വണ്ടിയാണ്. ഇപ്പോൾ നേരത്തെ എത്തി.
കാരണം അൺറിസർവ്ഡിലേക്കൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇനി എന്തായാലും ഇവിടുന്ന് ആൾക്കാർ കയറുന്ന വിശ്വസിക്കാം ഈ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ. കാരണം ഇതിലൂടെ പോയ സമയത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. 5 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഭോപ്പാൽ ഡൽഹി റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണ് ജാൻസി ജംഗ്ഷൻ. ഇവിടെ ട്രെയിന് 8 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷന്റെ പേര് മുമ്പ് ജാൻസി ജംഗ്ഷൻ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പേര് മാറ്റി ജാൻസി റാണിയുടെ പേരിലാണ് ഇപ്പോൾ ഈ സ്റ്റേഷന്റെ പേര്. അതായത് വീരാംഗന ലക്ഷ്മിബായി ജാൻസി. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സോൺ നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. ഒരു വൃത്തിയില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇവിടെ ട്രാക്കൊക്കെ ഉണ്ടോ? ട്രാക്കിന്റെ ഭാഗത്തൊക്കെ മൊത്തം ഭക്ഷണത്തിന്റെ അവശേഷവും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ കണ്ടോ? നമ്മള് മൊത്തം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ റൊട്ടിയും സബ്ജിയൊക്കെ വെക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇനി കാണുന്നത് ഇത് കണ്ടല്ലേ പേജ്. ഇത് പറഞ്ഞാലുണ്ടല്ലോ സാധാരണ കൈ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമല്ല. കാരണം ആൾക്കാർ കുടിവെള്ളം എടുക്കുന്നത് കുപ്പിയിലെടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നോർത്തിലേക്ക് പോയി കാണാൻ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇതാണ്. 1:45 ജാൻസിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. അതുപോലെ തന്നെ ഇവിടുന്നാണ് ഗതിമാൻ എക്സ്പ്രസ് പുറപ്പെടുന്നത്. ആ ട്രെയിനില്ലേ ഈ ഹിമസാഗർ എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യും. അതങ്ങ് ഭാഗത്താണ് ഉണ്ടാവുക. ആ ഒരു 7 നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ഒരു ഭാഗമില്ലേ അങ്ങ് അവിടെയാണ് അത് ഉണ്ടാവുക. ഞങ്ങളതിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഈ ജാൻസിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക്. ഇനി അടുത്ത സ്റ്റോപ്പ് ഗ്വാളിയർ. ഞാൻ പറഞ്ഞില്ലേ ജാൻസിന്ന് കുറച്ച് ആൾക്കാരെങ്കിലും അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലേക്ക് കയറുന്നു. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കയറി. ഇപ്പോൾ 2:30 ഇവിടെ ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പാണ്. ഇനി നേരെ ഏപ്രിൽ മെയ് മാസമൊക്കെയാണ് ഇതുവഴി വരുവാണെങ്കിൽ ആ സമയത്ത് ഇവിടെ ചുട്ടു പൊള്ളുന്ന വെയിലാണ് ഉണ്ടാവുക. ഇനിയിപ്പം നമ്മൾ വീണ്ടും മധ്യപ്രദേശിലേക്ക് കയറും. ഗ്വാളിയറാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഒരു 20 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. അങ്ങനെ ഇന്ന് തന്നെ 3ാമത്തെ തവണയാണ് നമ്മളിത് കാണുന്നത്. മറ്റൊരു ഗുഡ്സ് ട്രെയിനെ കൂടി ഇതാ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്. ഇതിലുള്ളത് കൽക്കരിയാണ്. മധ്യപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ഗ്വാളിയർ 3 മണിയായി. ഇന്നിവിടെ പഴയൊരു മീറ്റർ ഗേജ് ട്രെയിന് കാണുന്നില്ലേ? ഞങ്ങൾ പലതവണ ഇതുവഴി വരുമ്പോൾ ഇതിനെ കാണാറുണ്ട്. ഇതിപ്പോൾ ഇവിടുന്ന് സർവീസ് ഉണ്ടോ എന്ന് അറിയില്ല. അവിടെയുള്ള വണ്ടി താജ് എക്സ്പ്രസ് ആണ്. ജാൻസിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന വണ്ടി. സ്ലീപ്പറിൽ കയറാനുള്ള ആൾക്കാരൊക്കെ കാണാം. ഇവിടുന്ന് നല്ല തിരക്ക് വന്നു ഇനി ഇവിടെ. ഇനിയിപ്പം നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പുറപ്പുറത്തിൻ്റെ വില കയറുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടുന്ന് കയറുന്ന പോലെ തന്നെ ആഗ്രയിൽ നിന്ന് നല്ല രീതിയിൽ ആൾക്കാർ കയറും. പിന്നെ ഞങ്ങളുണ്ടല്ലോ നേരത്തെ ഇതില്ലേ തണുപ്പിടുന്ന ഡ്രസ്സില്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആഗ്രഹം കഴിഞ്ഞ് ഡൽഹി എത്തുന്ന സമയത്ത് അത് വിടണം. മിക്കവാറും ജാക്കറ്റ് ഇടേണ്ട ഒരു അവസ്ഥ വരും. ഇനി അടുത്ത സ്റ്റോപ്പ് രാജസ്ഥാനിലാണ്, ധോൽപൂര്. ഇന്ന് ഈ താജ് എക്സ്പ്രസ് ഇല്ലേ ഇവിടെ വരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അതിൽ വേറെ ആരും തന്നെ ഇല്ല. ഏതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തു. അതെ, ഇന്ന് താജ് എക്സ്പ്രസ് ഇവിടെ വരെ ഉള്ളൂ. പാൻട്രിയിൽ നിന്ന് 2 ഉള്ളിവട വാങ്ങിച്ചേ. ഒരെണ്ണത്തിന് 15 രൂപയാണ് ആയത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കച്ചപ്പ് കൂടെ ഉണ്ട്. ഉള്ളിവട എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്.
കുറച്ച് വെറൈറ്റി ടേസ്റ്റാണ്, കുഴപ്പമില്ല. ട്രെയിൻ ഇപ്പോൾ മൊറേന എന്ന സ്റ്റേഷനിലെത്തി. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, സിഗ്നൽ കാരണം നിർത്തിയതാണ്. വണ്ടി ഇപ്പോൾ ബിഫോർ ടൈമിങ്ങിലാണ്, അതാണ്. ഇനിയിപ്പം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ധോൽപൂര്. ട്രെയിൻ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കയറുകയാണ്. ചമ്പൽ റിവർ, ഇത് രാജസ്ഥാനിലെ കോട്ട വഴി ഒഴുകുന്നൊരു നടക്കുന്ന നദിയാണ്. അങ്ങനെ ഹിമസാഗർ എക്സ്പ്രസ് രാജസ്ഥാനിലേക്ക് എത്തുകയാണ്. നല്ല രസമില്ല ഇത് കാണാൻ. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട്. ഇത് ഈ ഭാഗത്തായിട്ടും കാണാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ സൂര്യൻ അസ്തമിക്കും. അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം മുതൽ നല്ല തണുപ്പ് തുടങ്ങും. അതായത് ഒരു 6 മണിയൊക്കെ ആയാൽ മതി. രാജസ്ഥാനിലെ ഈ ട്രെയിനിൻ്റെ ഒരേ ഒരു സ്റ്റോപ്പായ ധോൽപൂരിലേക്ക് ഇതാ എത്തുകയാണ്. 4:20. ഇനിയിപ്പോൾ വൈകുന്നേരം ആയല്ലോ, സ്വാഭാവികമായിട്ട് തിരക്കുണ്ടാവും. ധോൽപൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. അടുത്ത സ്റ്റോപ്പ് ഇനി ഉത്തർപ്രദേശിലാണ്. ഈ റൂട്ട് വഴി വരുമ്പം സംസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. ആഗ്രയാണ് അടുത്ത സ്റ്റോപ്പ്. താജ്മഹലൊക്കെ കാണാൻ വരുന്നവർക്കാണെങ്കിൽ അവിടെ ഇറങ്ങാം. കേരളത്തിൽ നിന്ന് താജ്മഹൽ കാണാൻ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണിത്. ട്രെയിൻ ഇപ്പോൾ ആഗ്രയിലേക്ക് എത്തുകയാണ്. ഇവിടെ തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം. പല വീടിനും തേച്ചിട്ടൊന്നുമില്ല. ഇതാ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 5 മണിയായി ഇപ്പോൾ. അൺറിസർവ്ഡിൽ കയറാനൊക്കെ ആൾക്കാരുണ്ട്. വെള്ളിയാഴ്ചയാണ് കേരളത്തിൽ നിന്ന് ഹിമസാഗറിൽ കയറുവാണെങ്കിൽ ആഗ്രയിലേക്ക് ഞായറാഴ്ച വൈകുന്നേരമാണ് എത്തുക. ഡൽഹിയിലും അത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ രാത്രിയാവും. ഹസ്രത്ത് നിസാമുദ്ദീനിലും ന്യൂഡൽഹിയിലും. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കത് കൊണ്ടുവന്ന് തരികയാണ്. ആഗ്രയിൽ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഫരീദാബാദിലാണ്. നല്ല തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. 5:11 ആഗ്രയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഫരീദാബാദ് ഹരിയാനയിലാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അല്ലെ നവി കാര്യങ്ങളല്ലേ? നമ്മുടെ എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ റിയാലിറ്റിയും രണ്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോവാന്ന് വിചാരിച്ച സ്ലീപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നോർത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം ഇടിച്ച് കയറും. ഒന്നും വിചാരിക്കാൻ പറ്റില്ല. അതായത് സ്ലീപ്പർ ജനറൽ ആവും. പക്ഷെ ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ, അതായത് കന്യാകുമാരി കയറുന്ന സമയത്ത് തന്നെ പറഞ്ഞു UP എത്തുന്ന സമയത്ത് ഇത് മൊത്തം ജനറൽ ആവും, മണ്ണുകൾ മൊത്തം കയറും, എല്ലാം വിചാരിക്കും. പക്ഷെ തിരക്ക് നോക്കിയോ, അധികം ആൾക്കാരേ ഇല്ല. ബെർത്തുകൾ പലതും ഇപ്പോഴും വേക്കൻ്റ് ആണ്. ട്രെയിൻ ഇപ്പോൾ ഉത്തർപ്രദേശിലെ മഥുര ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ മധുര ജംഗ്ഷൻ എന്നാണ് നമ്മുടെ സമ്പർക്രാന്തിയും രാജധാനിയൊക്കെ കോട്ട വഴി നേരെ വഡോദര അങ്ങനെ മുംബൈയിലേക്ക് വരുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. മഥുര റെയിൽവേ സ്റ്റേഷനിൽ നിർത്തില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷെ വണ്ടി നിർത്തി. ഒരുപാട് പേര് ആ സമയത്ത് തന്നെ കയറുകയും ചെയ്തു.
ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയേ. ഇവിടെ നിർത്താൻ കാരണം ഓവർടേക്കിംഗ് ആണ്. ഗതിമാൻ എക്സ്പ്രസ് ഇപ്പൊ ഇതുവഴി കടന്നു പോകും. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ മുന്നേ നമ്മുടെ ട്രെയിനിൽ ഒരു സംഭവം ഉണ്ടായി. അത് വേറൊന്നുമല്ല, മധുരയിൽ നിന്ന് ഒരു 4-5 അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കോച്ച് കയറുണ്ടായി. ആ സമയത്ത് TT ഒന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾ ജനറൽ ടിക്കറ്റ് ആണ്, നേരെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. സ്വാഭാവികം പറഞ്ഞു. ഇല്ലെങ്കിൽ സ്ലിപ്പ് എഴുതി തരും, പൈസ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഓക്കെ അല്ല, അവര് പറഞ്ഞു എന്തെങ്കിലും സാർ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എന്നാ നിങ്ങൾ എന്തെങ്കിലും താന്ന്, അതായത് അവരെന്നിട്ട് ഗൂഗിൾ പേ വഴി കൊടുക്കുമ്പോൾ ഗൂഗിൾ പേ വേണ്ട, ക്യാഷ് മതി, നിങ്ങൾ 100 രൂപ എന്തെങ്കിലും ചില്ലറ താ, എന്നിട്ട് ഇവിടെ ഇരുന്നോന്ന്. ഇതിന് ചിന്തിച്ചു നോക്കിയ അവസ്ഥ. അതായത് നിയമപരമായിട്ട് സ്ലിപ്പ് എഴുതി കൊടുക്കണം, എന്നാ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാല് നേരെ പുള്ളി TT എന്ന് പറഞ്ഞാൽ അയാളെ കീശയിൽ കൊണ്ടുപോയി പൈസ. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. ഈ ട്രാക്ക് വഴിയാണ് ഗതിമാൻ എക്സ്പ്രസ് പോവുക. ഇതാ അവിടെ ഗ്രീൻ സിഗ്നൽ ആയി ഓൾറെഡി. കോസി കലാം എന്നാണ് ഈ സ്റ്റേഷന്റെ പേര്. ഒരു കാലത്ത് ഏറ്റവും വേഗത്തിൽ ഓടിയിരുന്ന ഒരു ട്രെയിൻ ഇതായിരുന്നു. വന്ദേ ഭാരത് വരുന്നതിന് മുന്നേ. അത് കയറിപ്പോയി. IRCTC ഫുഡ് ഓൺ ട്രാക്ക് വഴി ആഗ്രയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് ഇതൊക്കെയാണ്. ഇത് പ്ലെയിൻ റൊട്ടിയാണ്, ഇത് ബട്ടർ റൊട്ടിയാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ പാൻട്രി പോയിട്ടുണ്ടല്ലോ, ഒരു തൈരും കൂടെ വാങ്ങിച്ച്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു തൈരാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇവിടെ ഇതാ പെന്നും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി കുറച്ച് ലഘുവാക്കിയിട്ട് കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. 7:37 ട്രെയിൻ ഇപ്പോൾ ഹരിയാനയിലെ ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 7:42 എത്തേണ്ടത്. ഇവിടത്തേക്ക് ഇതാ മറ്റൊരു ട്രെയിൻ കൂടെ കടന്നു വരുന്നത് കാണാം. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത ഉടനെ തന്നെ നമുക്കും അത് എടുത്തിടണം. ഒരു ലോക്കൽ ട്രെയിൻ. ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഹസ്രത്ത് നിസാമുദ്ദീൻ ആണ്. ട്രെയിൻ എങ്ങനെ ഡൽഹിയിലെത്തി. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ 8:01 ഇപ്പോൾ. ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് ഒരുപാട് ട്രെയിനുകളാണ് നമ്മുടെ കേരളത്തിലേക്കുള്ളത്. മംഗളയായാലും രാജധാനി ആണെങ്കിലും എല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഒരു പൊടി പിടിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ 8:16 ട്രെയിൻ എത്തേണ്ടത്. 8:06 ആകുമ്പോഴേ വണ്ടി എത്തി. 5 മിനിറ്റാണ് എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ്. ഈ സ്റ്റേഷന്റെ കോഡ് NZM എന്നാണ്. ഇത് പാൻട്രിയാണ്. ഈ പാൻട്രി കഴിഞ്ഞ പാടുള്ളത് തന്നെയാണല്ലോ നമ്മുടെ കോച്ച്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴേ എടുക്കില്ല. S5 ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബെർത്ത് വരുന്നത്. ഇനി ഇവിടെയൊക്കെ ഏകദേശം റൊക്തക്ക് ഭാഗത്തെത്തുമ്പോൾ ആൾക്കാർ വരിക. ചാട്ട് നോക്കിയപ്പോ കണ്ടത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, അപ്പുറത്ത് എങ്ങനെ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോന്നാ? തണുപ്പ് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് ഇതാ എത്തുകയാണ്. നൈദില്ലി 8:38 ഇപ്പോൾ. ഇത് 7ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. സ്റ്റേഷന്റെ കോഡ് NDLS എന്നാണ്. ഹിമസാഗർ ഇവിടെ 8:55 എത്തിയിട്ട് 9:10 പുറപ്പെടേണ്ടത്. കുറച്ച് നേരത്തെ എത്തി എന്ന് പറയാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇവിടുന്ന് ജമ്മുതാവിയിലേക്ക് 8:40 രാജധാനി ഉണ്ട്. അതുപോലെ തന്നെ 8:50 നമ്മുടെ വൈഷ്ണോദേവി കട്ര ഭാഗത്തേക്ക് ഉത്തർ സമ്പർക്രാന്തി ഉണ്ട്. ന്യൂഡൽഹിയിലാകെ 16 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇപ്പൊ 8:44 ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ന്യൂഡൽഹി. എന്താ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് ചോദിച്ചില്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡൽഹി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്ര വലിയ സേഫ് ഒന്നുമല്ല. ബാഗ് ആരാ എടുത്ത് കൊണ്ടുപോകുന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല കള്ളന്മാര് ചെല്ലുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ എവിടെ താമസിക്കുക എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അതിന്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോം ആ ഒരു പുറത്തെ ഭാഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പറയുന്ന പേരാണ് പഹഡ് രഞ്ജിത്ത്. ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ളത് ആ ഒരു ഭാഗത്താണ്. കറക്റ്റ് 9:10 തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ ഈ സമയത്ത് നല്ല പൊല്യൂഷനാണ്, വായു മലിനീകരണം. ഇനിയിപ്പോൾ രാത്രിക്ക് ഒരു ജാക്കറ്റ് ഇല്ലാതെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ഈ ജാക്കറ്റാണ് ഞങ്ങളുടെ രക്ഷ. അതോടൊപ്പം തന്നെ രാത്രിക്ക് ഇപ്പം കിടന്നുറങ്ങുമ്പം നല്ല പുതപ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് പുതച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി തണുപ്പ് പോലും ഭാഗത്തേക്ക് കയറില്ല.
പിന്നെ ഇതാ നവ്യൊക്കെ ഇവിടുന്ന് ജാക്കറ്റ് ഇടുന്ന ഒരു തിരക്കിലാണ്. കന്യാകുമാരിയിൽ നിന്നും 3191 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇപ്പം ഇതാ ഹരിയാനയിലെ റോഹ്തക് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 10:56 ഇപ്പോൾ. റോഹ്തക്കിന്ന് കയറിയ ആൾക്കാരെ കണ്ട ഇപ്പോഴാണ് ഹിമസാഗർ എക്സ്പ്രസ് നല്ല രീതിയിൽ തിരക്കായത്. കുറേ ആൾക്കാർ വേണ്ടാതെ കയറി കിടന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റിസർവേഷൻ ആൾക്കാർ വന്ന സമയത്ത് അവരെ വിളിച്ച് താഴെ ഇറക്കുവാണ്. അല്ലാതെ തന്നെ നടന്നു പോകുന്ന വഴിയൊക്കെ കണ്ട നല്ല ആൾക്കാരായിട്ട് ഇപ്പം. ഇപ്പോഴാണ് തിരക്ക് ശരിക്കും നോർത്ത് ഇന്ത്യയിലത്തെ സ്ലീപ്പറിൻ്റെ എടുത്ത് കാണുന്നത്. നല്ല തിരക്കായി. രാവിലെ ഈ കോച്ചിൽ കണ്ട ഒരു കാഴ്ച എന്നല്ല ഇപ്പൊ രാത്രിക്ക് ആൾമോസ്റ്റ് എല്ലാവരും വന്നു എന്ന് തന്നെ പറയാം അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഹരിയാനയിൽ ഒരുപാട് സ്ഥലത്ത് ഈ ട്രെയിൻ എന്താ പറയാ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ നേരെ പഞ്ചാബിലേക്ക് കയറും. അതായത് ലുധിയാന ജലന്ധർ വഴിയാണ് നേരെ ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് പ്രീപെയ്ഡ് സിമ്മുകളാണല്ലോ. ഇതൊന്നും ജമ്മു കാശ്മീരിൽ അതായത് നാളെ കിട്ടൂല, അവിടെ പോസ്റ്റ് പെയ്ഡ് മാത്രമേ കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഹിമസാഗർ എക്സ്പ്രസിന്റെ 4ാമത്തെ പാർട്ട് അതാണല്ലോ അടുത്തത് വരാൻ വേണ്ടി പോകുന്നത്. ജമ്മു കാശ്മീരിലെ നല്ല കിടിലൻ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. കട്ട വരെയുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.